Hello everyone, welcome back to it. So multivariable third module second part ആണ് ഈ വീഡിയോ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് എടുക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇതിനകത്തും മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നതിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ആദ്യമായിട്ട് എന്താണ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എന്ന് നോക്കുക. സോ ഡെഫിനേഷൻ നോക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ബി ഡിഫൈൻഡ് ഓൺ എ region R containing the point AB, then f of AB is a local maximum value of f if f of AB greater than or equal to f of xy for all domain points xy in an open disk centered at AB. F of AB is a local point minimum value of f if f of AB less than or equal to f of xy for all domain points xy in an open disk centered at AB. So R എന്ന് പറയുന്ന റീജിയനിൽ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഈ ആറിൽ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സോ ഈ ഫസ്റ്റ് തിങ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ ബി സെൻറ്റേർഡ് ആയിട്ടൊരു ഓപ്പൺ ഡിസ്കിലെ പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ഡൊമൈൻ പോയിന്റ്സ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അങ്ങനെ ആ എക്സ് വൈയിൽ എഫ് ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അതായത് എഫ് ഓഫ് എ ബി ഈ മറ്റെല്ലാ വാല്യൂസിനേക്കാളും ഹൈഗസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എ ബി നമ്മൾ ലോക്കൽ മാക്സിമം എന്ന് പറയും. ആൻഡ് ഇനി എഫ് ഓഫ് എ ബി ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിനേക്കാളും മിനിമം ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ബി ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയും. വേറെ എക്സ് വൈ എന്ന് പറയുന്നത് എ ബി സെൻറ്റേർഡ് ആയിട്ടുള്ള ഓപ്പൺ ഡിസ്കിലെ ഡൊമൈൻ പോയിന്റ്സ്. ഓക്കെ, സോ അതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണത്. ഒരു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3π/2 വൈ മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3π/2 എന്ന് പറയുന്നൊരു റീജിയനാണ് തന്നിട്ടുള്ളത്, സ്ക്വയർ റീജിയനാണ് തന്നിട്ടുള്ളത്. അതിനകത്ത് z is equal to cos x into cos y e raised to root of x square plus y square എന്നുള്ളതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിനകത്ത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഈ പോയിൻ്റ് ആണ് എന്ത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. z is equal to 1. ആൻഡ് ലോക്കൽ മിനിമം എന്ന് പറയുന്നത് ഏകദേശം ഇവിടേക്ക് വരുന്ന z is equal to -0.067 ആണ് എന്ത് ഇതിൻ്റെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരു റൂഫ് സർഫസ് എന്ന് പറയുന്നൊരു സർഫസ്, അതായത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -a മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു a എന്ന് പറയുന്ന റീജിയനകത്ത് z is equal to 1/2 ഇൻറ്റു മോഡ് എക്സ് മൈനസ് മോഡ് വൈ ഇൻറ്റു മൈനസ് മോഡ് എക്സ് മൈനസ് മോഡ് വൈ. ഓക്കെ, ആ ഫംഗ്ഷനകത്ത് 10, 15, 20 എന്ന് പറയുന്നൊരു പോയിൻറ്റ്സിലാണ് നമ്മളിപ്പോൾ ഈ ഒരു സർഫസിലുള്ളത്. സോ അതിനകത്ത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാമല്ലേ, ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സെറ്റിൽ വരുന്നത് 0 ആണ്. അതായത് ഒറിജിനലാണ് മാക്സിമം വാല്യൂ വരുന്നത്, പിന്നൊക്കെ നെഗറ്റീവിലോട്ട് പോവാണ്. സോ ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് 0 ആണ്. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -a ആയിരിക്കും. ഓക്കെ, then the theorem first derivative test for local extreme values. നമ്മൾ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നതിനുള്ളൊരു തിയറാണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം വാല്യൂ ഓർ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് anterior point AB of its domain, and if the first partial derivative exists there, then fx of AB is equal to 0 and fy of AB is equal to 0. സോ ഇത്രയേ ഉള്ളൂ. ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂസും ഉണ്ട്. ആ വാല്യൂസ് വരുന്ന എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് എഫ് ഓഫ് എ ബി ആണ് എന്ത് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ആയിട്ടുള്ള വാല്യൂ അങ്ങനെയാണ്. ആൻഡ് ഈ ഫംഗ്ഷനകത്ത് എഫ് ഓഫ് എക്സ് വൈക്കകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് എക്സ് ഓഫ് എ ബി അതുപോലെ തന്നെ എഫ് വൈ ഓഫ് എ ബി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ് തിയറം.
Then ഒരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ is equal to എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു തിയറം പഠിച്ചു. എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സും എഫ് വൈയും 0 ആയിരിക്കും. അതായത് എഫ് എക്സ് ഓഫ് എ ബിയും എഫ് വൈ ഓഫ് എ ബിയും 0 ആയിരിക്കും എന്ന് പറയുന്ന തിയറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ലോക്കൽ എക്സ്ട്രീം, ഒരു ഫംഗ്ഷനകത്ത് ലോക്കൽ എക്സ്ട്രീം വരുന്നുണ്ടെങ്കിൽ ആ ലോക്കൽ എക്സ്ട്രീമിൻ്റെ പോയിൻറ്റ്സ്, ആ ലോക്കൽ എക്സ്ട്രീമിൻ്റെ പോയിൻറ്റ്സിനകത്ത് എഫ് വൈയും എഫ് എക്സും 0 ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഇപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ എഫ് എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയി, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. എഫ് വൈ എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് വൈൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. സോ എഫ് എക്സ് ഈക്വൽ ടു 2x ഈക്വൽ ടു 0 ആൻഡ് എഫ് വൈ ഈസ് ഈക്വൽ ടു 2y ഈസ് ഈക്വൽ ടു 0. അതായത് 2x ഈക്വൽ ടു 2y. That means x is equal to y is equal to 0 അല്ലേ? അതായത് 2x ഈക്വൽ ടു 2y is equal to 0. വിത്ത് നമ്മൾ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 0. അതായത് എക്സും വൈയും 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒറിജിനാണ്. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് ലോക്കൽ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത് 0യിലാണ് കിടക്കുന്നത്. അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇട്ടും ഇത് കിട്ടും, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 കിട്ടും. സോ ലോക്കൽ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്? രണ്ട് പോസിറ്റീവ് സംഖ്യയാണ്. അതായത് സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് ആണ്. സോ ഈ ഒരു എഫ് ഓഫ് എക്സ് വൈൻ്റെ റേഞ്ചിനകത്ത് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 0 എന്ന് പറയുന്ന ലോക്കൽ എക്സ്ട്രീം പോയിൻ്റ് എന്തായിരിക്കും? ഒരു ലോക്കൽ മിനിമം ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതിൻ്റെ താഴെയുള്ള നെഗറ്റീവ് നമ്പേഴ്സൊന്നും എഫ് ഓഫ് എക്സ് വൈക്ക് വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 0 ആണെന്ത്? അതിൻ്റെ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. Find the local extreme values of f of x y is equal to y square minus x square. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് എക്സ് ഈക്വൽ ടു എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റ്സ് നോക്കുക. ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ 0 ആയിട്ട് പോകും. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. സോ മൈനസ് 2x. ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ 0 ആയിട്ട് പോകും. വൈൻ്റെ ഡെറിവേറ്റീവ് 2y. സോ എഫ് വൈ ഇസ് ഈക്വൽ ടു 2y. എക്സ് സ്റ്റേ വരിക. സോ the domain of f is the entire plane and the partial derivative f x equal to minus 2x and fy is equal to 2y. X is derivative. Therefore local extreme can occur only at origin. However, along the positive x-axis f has the value f of x 0 is equal to minus x square less than 0. Along the positive y-axis f has the value f of 0 y is equal to y square greater than 0. Therefore every point open disk in the xy plane centered at 0 0 contain points where the function is positive and the point where it is negative. The function has a saddle point at the origin instead of a local extreme value. We conclude that the function has no local extreme values. So ഇതിനകത്ത് മൈനസ് 2x ഉം 2y ആണെന്നുള്ളത്. അപ്പോൾ അത് പോസിറ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പോസിബിൾ ആയിട്ടൊരു സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് 2x ഈക്വൽ ടു 2y. രണ്ടിനും ബൈ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സും വൈയും 0 ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്രമേ വരത്തുള്ളൂ. അത് ഒറിജിൻ മാത്രമേ വരത്തുള്ളൂ. സോ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് മാത്രമല്ല വരിക. ബൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള നമ്പേഴ്സും വരാൻ പറ്റും അല്ലേ? അങ്ങനെ എന്ത് സംഭവിക്കാം? ഇപ്പോൾ എഫ് ഓഫ് എക്സ് 0 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും.
മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആകുക. ആൻഡ് എഫ് ഓഫ് 0y ഈസ് ഈക്വൽ ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ബൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ എന്താണ് ഇവിടെ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും വന്നു. അതായത് നമ്മൾ നേരത്തെ സാഡിൽ പോയിന്റിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ എഫ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൈയും എഫ് ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് വൈയും വന്നു. അതായത് ഇവിടെ ഒരു സാഡിൽ പോയിന്റ് ആണ് വരുന്നത്. അതായത് ലോക്കൽ എക്സ്ട്രീം വാല്യൂ വരുന്നില്ല, പകരം 0 എന്ന് പറയുന്നത് എന്താണ് ഒരു സാഡിൽ പോയിന്റ് ആണ്. അടുത്തതായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. ഒരു ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് പറയുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഇറ്റ്സ് second partial derivatives are continuous through a disk centered at AB, and that fx of AB is equal to fy of AB is equal to 0. ഒരു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ എ ബി സെൻറ്റേഡ് ആയിട്ടുള്ളൊരു ഡിസ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവും സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ്. ആൻഡ് എഫ് എക്സും എഫ് വൈയും 0 ആണെന്നുണ്ടെങ്കിൽ എഫ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എ ബി ഇഫ് എഫ് എക്സ് എസ് ലെസ് ദാൻ 0 ആൻഡ് എഫ് എക്സ് എസ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 അറ്റ് എ ബി. അതായത് എഫ് എക്സും ഒരു എ ബി എന്ന് പറയുന്നൊരു പോയിന്റിനകത്ത് ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കുക. അതായത് എ ബി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നിർത്തുക. അതിൽ എഫ് എക്സും എഫ് വൈയും 0 ആണ്. ആൻഡ് എഫ് എക്സ് എസ് ലെസ് ദാൻ 0യും എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്താണ് എ ബിയിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം വാല്യൂസ് ആണ്, ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ദെൻ എഫ് എക്സ് എസ് ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇനീക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ബിക്കകത്ത് എഫിന് ലോക്കൽ മിനിമം വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സാഡിൽ പോയിന്റ് കേസിൽ വരുമ്പോഴാണ് ഇത് വരുന്നത്. അതായത് സാഡിൽ പോയിന്റ് ആവുന്നത് എഫ് എക്സ് എസ് ഇൻറ്റു എഫ് വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആകുമ്പോഴാണ്. സോ ഇനി അതിൻ്റെ കൂടെ എഫ് എക്സ് എസ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മാക്സിമം, എഫ് എക്സ് എസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ ആയിരിക്കും. അതിൻ്റെ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഇനീക്വാളിറ്റി, അതായത് എഫ് എക്സ് എസ് ഇൻറ്റു എഫ് ഐ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ് ആ ഒരു ടെസ്റ്റ് ഇൻകൺക്ലൂസീവ്. അതായത് അതിനകത്തൊരു ലോക്കൽ എക്സ്ട്രീമോ ലോക്കൽ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് എക്സും എഫ് വൈയും 0 ആണ് അങ്ങനെ. ആൻഡ് എഫ് എക്സ് എസ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് സാഡിൽ പോയിന്റ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ എഫ് എക്സ് എസ് ലെസ് ദാൻ 0 കൂടിയാണെന്നുണ്ടെങ്കിൽ എഫ് ലോക്കൽ മാക്സിമം ആണ്. എഫിന് എ ബിയിലെ ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ട്. ഇനി അതല്ല എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എഫിന് എ ബിക്കകത്ത് ഒരു ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട്. ഇനി അതല്ല ഈ എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. സോ ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 4. ഈ ഫംഗ്ഷൻ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം എന്ത് വേണം, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൽ 0 വരുന്ന പോയിൻറ്റ്സ് നോക്കാം. ഇപ്പോൾ ഇവിടെ എഫ് എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സ് വൈയിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ എക്സ് 1 ആയിട്ട് പോയി. സോ വൈ മൈനസ് എക്സ് വൺ ഡെറിവേറ്റീവ് 2x മൈനസ് വൈ സ്ക്വയർ 0 ആയിട്ട് പോകും. മൈനസ് 2x ഡെറിവേറ്റീവ് 2
മൈനസ് 2y ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 ആയിട്ട് പോകും. പ്ലസ് 4ഉം 0 ആയിട്ട് പോകും. സോ എഫ് എക്സ് എന്ത് കിട്ടി? y മൈനസ് 2x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ഇനി എഫ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വൈനകത്ത് y 1 ആയിട്ട് പോയിട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിട്ട് പോയി. y സ്ക്വയർ 2y മൈനസ് 2x വിത്ത് റെസ്പെക്ട് ടു വൈയിൽ കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിട്ട് പോയി. മൈനസ് 2yൻ്റെ ഡെറിവേറ്റീവ് 2 പ്ലസ് 4 കോൺസ്റ്റൻ്റ് 0 ആയിട്ട് പോയി. സോ എഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2y മൈനസ് 2 is equal to 0. So y minus 2x minus 2 is equal to 0. X minus 2y minus 2 is equal to 0. So ഇതിനകത്ത് നമ്മുടെ inequality y minus 2x minus 2 is equal to 0, x minus 2y minus 2 is equal to 0. ഇതിനകത്ത് x minus 2y minus 2 is equal to 0 എന്നുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? x minus 2y minus 2 എന്നുള്ളതിൽ സോ അതിന് y മൈനസ് 2x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് എഴുതി കൂടെ. അതായത് മൈനസ് 2x മൈനസ് 2നെ 0യുടെ സൈഡിലോട്ട് കൊണ്ടുപോകും. എന്തായി? y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് കിട്ടും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് എന്താ y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 2y മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ള ടൈമിൽ വൈക്ക് 2x പ്ലസ് 2 എന്നുള്ള ടൈം കൊടുക്കാം. സോ എന്താണ്? എക്സ് മൈനസ് 2 ഇൻറ്റു 2x പ്ലസ് 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 4x മൈനസ് 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സോ മൈനസ് 3x മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടില്ല. എക്സ് മൈനസ് 4x ഈക്വൽ ടു മൈനസ് 3x മൈനസ് 6 ഈക്വൽ ടു 0. ദെൻ ഇതിന് നമുക്ക് എന്താ പറയാം? മൈനസ് 3x ഈക്വൽ ടു മൈനസ് 6, മൈനസ് 3x ഈക്വൽ ടു 6. അപ്പോൾ 3x ഈക്വൽ ടു മൈനസ് 6. സോ x ഈക്വൽ ടു മൈനസ് 2 എന്ന് പറയാം. അത് വെച്ചിട്ട് തന്നെ x ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടിയപ്പോൾ ദെൻ നമ്മുടെ ഈ ഒരു പോയിന്റിനകത്ത് y മൈനസ് 2x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ടേമിനകത്ത് വൈക്ക് എക്സിന് മൈനസ് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണ്? y മൈനസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, അതായത് y പ്ലസ് 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ്? y പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0, which implies y is equal to minus 2. സോ ഇവിടെ എഫ് എക്സ് എഫ് ഐയും 0 ആകുമ്പോൾ എക്സും വൈയും മൈനസ് 2 എന്നുണ്ട്. അതായത് എക്സ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ therefore the point minus 2, 2 is the only point where f may take on an extreme value. അപ്പോൾ സോ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ എഫ് എക്സും എഫ് വൈയും 0 എന്ന പോയിന്റ്സ് മൈനസ് 2 2 മാത്രമേ ഉള്ളൂ എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? മൈനസ് 2 2 എന്നുള്ള പോയിന്റിൽ മാത്രമേ എക്സ്ട്രീം വാല്യൂ വരുന്നുള്ളൂ. To see it does, so we calculate fxs and fy. ഇനി fxsഉം fyയും കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ? fx y മൈനസ് 2x മൈനസ് 2 ആണ്. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ y 0 ആയിട്ട് പോകും. മൈനസ് 2x മൈനസ് 2 ആവും, മൈനസ് 2 0 ആയിട്ട് പോകും. സോ fx is equal to മൈനസ് 2, fyy is equal to
ഇവിടെ എക്സ് 0 ആയിട്ട് പോയി -2 പോയി -2 -2 0 ആയിട്ട് പോകും. സോ എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു -2 കിട്ടും. ആൻഡ് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് അല്ലെങ്കിൽ എഫ് എക്സ് എസ് മൈനസ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -2 ഇൻറ്റു -2 മൈനസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 minus 1 is equal to 3 എന്ന് കിട്ടി. The combination fx's minus less than 0 and fx's into f by 5 minus fx y square greater than 0. ഇപ്പോൾ എന്താണ് fx's into f by 5 minus fx whole square greater than 0 ആണെന്നുണ്ടെങ്കിൽ 0 ആണ് ആൻഡ് fx's less than 0 ആണെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ -2 ഇവിടെ എഫ് എക്സസ് എന്ന് പറയുന്നത് -2, അത് ലെസ് ദാൻ 0 ആണ്. ആൻഡ് എഫ് എക്സസിൻ്റെ എഫ് വൈ മൈനസ് എഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ -2 എഫിന് ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. ആ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഇവിടെ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ 8 എന്ന് കിട്ടും. സോ 8 ആണെന്ത് എഫിൻ്റെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഫോർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. സോ ഫസ്റ്റ് എഫ് എക്സ് എഫ് വൈ 0 എന്ന പോയിൻറ്റ്സ് നോക്കുക. ഇവിടെ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? വൈ ആയിരിക്കും. ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. സോ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എക്സ് ഈക്വൽ ടു 0 എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഒറിജിൻ ആയിരിക്കും അല്ലേ? സോ ഒറിജിനകത്ത് എഫ് എക്സും എഫ് വൈയും ഒറിജിനാണെന്ന് കിട്ടി. 0 എന്ന പോയിൻറ്റ്സ് ഒറിജിനാണെന്ന് കിട്ടി. ഇനി എഫ് എക്സസും എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് എക്സസ് 0, എഫ് വൈ ഇസ് ഈക്വൽ ടു 0, എഫ് എക്സ് വൈ 1 ആയിരിക്കും. സോ ഡിസ്ക്രിമിനൻ്റ് എഫ് എക്സസ് മൈനസ് എഫ് വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. -1 നെഗറ്റീവ് വരുന്നത് ലെസ് ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 0 ഫംഗ്ഷൻ ഒരു സാഡിൽ പോയിൻ്റ് ആണെന്ന് പറയാം. അതായത് ഇതിനൊരു ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഒന്നും ഇല്ല. അതായത് സാഡിൽ പോയിൻ്റ് ആണ് 0 നമ്മൾ നേരത്തെ തീർത്തിൽ പറഞ്ഞു. എഫ് എക്സ് ഡിസ്ക്രിമിനൻ്റ് അതായത് എഫ് എക്സ് എസ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിനകത്ത് എഫ് സാഡിൽ പോയിൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് എന്താണ് ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് സാഡിൽ പോയിൻ്റ് ആണ്. അവിടെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടായിരിക്കില്ല. ദെൻ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമ ഓൺ ക്ലോസ്ഡ് ബൗണ്ടറി റീജിയൻ ഉണ്ട്. അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമം കൂടി കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. സോ അതിനകത്ത് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് ആർ where f may have local maxima and minima and evaluate f at these points. These are the points where fx equal to fy is equal to 0 or where one or both of fx and fy fails to exist. So first part എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇസ് ഈക്വൽ ടു 0. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എഫ് എക്സോ അല്ലെങ്കിൽ എഫ് ഐ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ വരുന്ന പോയിൻറ്റ്സ്, അതാണിത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ലിസ്റ്റ് ചെയ്ത് വെക്കുക ആൻഡ് ബൗണ്ടറി പോയിൻറ്റ്സും ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബൗണ്ടറി പോയിൻറ്റ്സും ലിസ്റ്റ് ചെയ്ത് വെക്കുക. ലിസ്റ്റ് ദ ബൗണ്ടറി പോയിൻറ്റ്സ് ഓഫ് ആർ വെർ എഫ് ഹാസ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം and evaluate if at this point. We will show how to do this shortly. Then third step എന്ന് പറയുന്നത് look through the list for the maximum and minimum values of f. This will be the absolute maximum and minimum values of f on R. Since absolute maximum and minimum are also local maxima and minima, the absolute maximum and the minimum values of f already appear somewhere in the list made step 1 and step 2. We have only to glance at the list to see what they are. സോ നമ്മൾ ഇത്രയും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതുപോലെ തന്നെ ബൗണ്ടറി പോയിൻറ്റ്സും. ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും ബൗണ്ടറി പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
മാക്സിമം വാല്യൂ കിട്ടുന്നത് അതാണ് എന്ത് അബ്സലൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് മിനിമം എന്താണ് കിട്ടുന്നതാണ് എന്ത് അബ്സലൂട്ട് മിനിമം വാല്യൂ. അത്രയേ ഉള്ളൂ എന്ത് അബ്സലൂട്ട് മാക്സിമം മിനിമയുടെ കേസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സിംഗിൾ വേരിയബിൾസിൻ്റെ മാക്സിമം മിനിമം കേസ് തന്നെ. ഇവിടെ 2 വേരിയബിളായി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ അബ്സലൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ 2 + 2x + 2y - x² - y². സോ ഈ ഒരു ഫംഗ്ഷനകത്ത് on the triangular plate in the first quadrant bounded by the line x equal to 0, y is equal to 0, y minus 9 - x. x equal to 0, y is equal to 0, y is equal to 9 - x എന്നുള്ള ലൈൻസ് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കുലറാണ്. ആ ട്രയാങ്കുലറിൻ്റെ ഫംഗ്ഷനാണ് 2 + 2x + 2y - x² - y². സോ അതിൻ്റെ ലോക്കൽ മാക്സിമം അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം വാല്യൂസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ അതിനകത്ത് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കിവിടെ എഫ് എക്സും എഫ് വൈയും 0 ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം, അത് എഫ് എക്സ് എഫ് വൈയും കണ്ടുപിടിക്കണം. ഇവിടെ എഫ് എക്സ് എന്തായിരിക്കും, എഫ് എക്സ് 2 - 2x = 0യും എഫ് വൈ 2 - 2y = 0യും കിട്ടും. സോ 2 - 2x = 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 = 2x എന്ന് പറയാം. അപ്പോൾ എന്തായി, x = 1 എന്ന് കിട്ടും. അത് എഫ് വൈ 2 - 2y = 0 എന്നുള്ള കേസിലും y = 1 ആയിരിക്കും. അതായത് ഇവിടെ ഒറിജിൻ പോയിന്റ് ആണ് എന്ത് വരുന്നത്, ക്രിട്ടിക്കൽ 1 എന്നുള്ള പോയിന്റ് ആണ് എന്ത് വരുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് വരുന്നത്. സോ ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ലിസ്റ്റ് ചെയ്യണം, ദെൻ ബൗണ്ടറി പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്തൊക്കെ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം ഏതാ മിനിമം ഏതാ നോക്കണം. ഇതല്ല നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ലിസ്റ്റ് ചെയ്തത് 1 എന്നുള്ള പോയിന്റ് ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് എഫ് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എഫ് ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ദെൻ ബൗണ്ടറി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ 3 ബൗണ്ടറി ലൈൻസ് ആണുള്ളത്. ആ 3 ബൗണ്ടറി ലൈൻസിൽ വരുന്ന പോയിൻറ്റ്സിൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഒ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാണ്. സോ ഇതിനകത്ത് y = 0 ആണ് വരുന്നത്. അതായത് എഫ് ഓഫ് എക്സ് 0യിൽ നമുക്ക് നോക്കിയാൽ മതി, കാരണം y എന്ന് പറയുന്നത് 0 എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. സോ എഫ് ഓഫ് എക്സ് 0 നോക്കുക. എഫ് ഓഫ് എക്സ് 0 എന്താണ്, നമ്മൾ വൈൻ്റെ ടേംസ് നമുക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് 0 = 2 + 2x - x² എന്ന് കിട്ടും. സോ അതിനകത്ത് ഇതിനെ നമ്മൾ സിംഗിൾ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂസും മിനിമം വാല്യൂസും കണ്ടെത്തിയാൽ മതി. അതായത് സിംഗിൾ വേരിയബിളിൻ്റെ ഇതുവരെ നമ്മുടെ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം കണ്ടെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, ഇതിൻ്റെ എഫ് ഡാഷിനകത്ത് 0 വരുന്ന കേസ് നോക്കും. ആൻഡ് അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് അതായത് ലോക്കൽ ബൗണ്ടറി പോയിൻറ്റ്സും, അത് എക്സ് ഗ്രേറ്റർ ദാനും എക്സ് ലെസ് ദാനും വരുന്ന പോയിൻറ്റ്സ്, ആ എൻഡ് പോയിൻറ്റ്സിലും നമ്മൾ നോക്കും അല്ലേ. അങ്ങനെയാണല്ലോ നമ്മൾ സിംഗിൾ വേരിയബിളിൻ്റെ അബ്സലൂട്ട് മാക്സിമം മിനിമം കണ്ടെത്തിക്കൊണ്ടത്. അതായത് എഫ് ഡാഷ് = 0 വരുന്ന പോയിൻറ്റ്സും എൻഡ് പോയിൻറ്റ്സിലും എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഏതാണോ മാക്സിമം മിനിമം വരുന്നത് അതിനെ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം നോക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ പോയിൻറ്റ്സിന് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയും ബൗണ്ടറി പോയിൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ എക്സ് 0 = 2 + 2x - x². ഈ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനിൽ എൻഡ് പോയിന്റ്, ഇവിടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒയും എയും ആണ്. ഒയുടെ പോയിന്റ് എന്ന് പറയുന്നത് 0 0, എയുടെ പോയിന്റ് 90. സോ 0 0യിലും 90യിലും നമ്മൾ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് 2 - 61 ആയിരിക്കും വരിക, -61 ആയിരിക്കും വരിക. ദെൻ നമ്മൾ എഫ് ഡാഷ് കൂടി നോക്കും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 കൂടി നോക്കും. ഇവിടെ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ 2 + 2x - x²ൽ 2 0 ആയിട്ട് പോയി 2x 2 - x² - 2x 2 - 2x എന്ന് കിട്ടും. 2 - 2x 0 എന്നത് x = 1 ആവുന്ന കേസിലാണ് അല്ലേ. അപ്പോൾ x = 1 ആണ് എന്ത് ഒരു ഇൻറ്റീരിയർ പോയിന്റ് വരുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ്
എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ 1 കൂടി നമ്മൾ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 10 ഇസ് ഈക്വൽ ടു 3 കിട്ടും. ദെൻ നെക്സ്റ്റ് അപ്പോൾ ഒ എ കഴിഞ്ഞു. പിന്നെ വരുന്നത് നമ്മൾക്ക് ഒ ബി നോക്കാം. ഒ ബി എന്ന് പറയുന്ന ലൈനിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഡ് പോയിൻറ്റ്സും എഫ് ഡാഷ് 0 എന്ന പോയിൻറ്റും. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. എക്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കർവ് എന്ത് എടുക്കാം? എഫ് ഓഫ് 0 എടുക്കാം. എഫ് ഓഫ് 0 എടുക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈയിൽ എക്സിൻ്റെ ടേംസ് 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0y ഇസ് ഈക്വൽ ടു 2 + 2y - y² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് എൻഡ് പോയിൻറ്റ്സ് ആണ്. സോ എൻഡ് പോയിൻറ്റ്സിലെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. 0 0യും 0 9ലും വരുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 0 0 = 2, എഫ് ഓഫ് 0 9 ഇസ് ഈക്വൽ ടു -61. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലൈനിൽ ചെയ്ത് വെച്ചു. ദെൻ എഫ് ഡാഷ് വരുന്ന വാല്യൂ, എഫ് ഡാഷ് വരുന്നത് കൂടെ 2 + 2y - y²ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 - 2y അല്ലേ. 2 - 2y ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ y എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ എഫ് ഓഫ് 0 1 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് 0 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 എന്നും കിട്ടും. ഓക്കെ, സോ ഒരു 3 പോയിൻറ്റ്സ് കൂടി കിട്ടി. ദെൻ അടുത്ത ലൈനിലേക്ക് ബൗണ്ടറി ലൈൻ വരികയാണ്. അതായത് എ ബി എന്ന് പറഞ്ഞ ലൈന്. ഈ എ ബി എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? y ഇസ് ഈക്വൽ ടു 9 - 6 ആണ് ഇതിൻ്റെ ഈ ലൈനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ എഫ് ഓഫ് എക്സ് വൈയിൽ വൈക്ക് 9 - x എന്നിട്ട് കൊടുക്കുക. സോ എഫ് ഓഫ് എക്സ് -61 + 18x - 2x² എന്ന് കിട്ടും. ആൻഡ് അതിനകത്ത് എൻഡ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 9 0യും 0 9ഉം അല്ലേ. എഫ് ഓഫ് 9 0യും എഫ് ഓഫ് 0 ആണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. -61 അല്ലേ. ഇനി പിന്നെന്താണ് വരുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എന്ത് കിട്ടും? -61 0 ആയിട്ട് പോകും. 18x എന്ത് 18 ആവും. -2x² 4x. സോ 18 - 4x ആണ് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ 18 - 4x ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 4x ഈക്വൽ ടു 18. സോ എക്സ് ഈക്വൽ ടു 18/4 അല്ലെങ്കിൽ 9/2 എന്ന് കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു 9/2. അറ്റ് ദിസ് വാല്യൂ ഓഫ് എഫ് എക്സ്. സോ ഈ വാല്യൂവിൽ y എന്താണ്? y ഇസ് ഈക്വൽ ടു 9 - x ആണല്ലേ. സോ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് y-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x 9/2 ആകുമ്പോൾ y 9 - 9/2 അതായത് 9/2 കിട്ടും. സോ നമ്മുടെ എഫ് ഡാഷ് 0 എന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 9/2 9/2 ആയിരിക്കും. അതിനകത്ത് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -41/2 എന്ന് കിട്ടും. സോ ഇത്രയും ചെയ്തിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് കിട്ടി? ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടിയത് 4 ആയിരുന്നു. ദെൻ ഒ എ എന്ന് പറയുന്ന ലൈനിൻ്റെ എൻഡ് പോയിൻറ്റും അതിനകത്ത് എഫ് ഓഫ് 0x എഫ് ഡാഷ് ഓഫ് 0x 0 എന്ന പോയിൻറ്റും അത് മൂന്നിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എഫ് ഓഫ് 0 0 നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടിയല്ലേ. 2. പിന്നെ എഫ് ഓഫ് 9 0 -61. then f of 1 0 3. then OBയുടെ കേസിലേക്ക് വന്നപ്പോൾ എഫ് ഓഫ് 0 0 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ എഫ് ഓഫ് 0 1 എഫ് ഓഫ് 0 9 -61 തന്നെയായിരുന്നു. പിന്നെ അതിനകത്ത് എഫ് ഓഫ് 0y എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന കേസ്. ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ എഫ് ഓഫ് 1 0 ആയിരിക്കും. 1 0 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിരുന്നു? 0 1 ആയിരിക്കും. 0 1 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടിയിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ
എ വൈയുടെ കേസിൽ എ വൈയിൽ എഫ് ഓഫ് എക്സ് 9 - x എഫ് ഡാഷ് ഓഫ് എക്സ് 9 - x 0 ആകുമ്പോൾ എക്സ് വൈ പോയിൻറ്റ്സ് 9/2 9/2 പോയിൻറ്റ്സിൽ എഫ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് -41/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തതിൽ നമുക്ക് മാക്സിമം വാല്യൂ എന്താ കിട്ടിയത് 4 ആയിരുന്നു ആൻഡ് മിനിമം വാല്യൂ കിട്ടിയത് -61. അപ്പോൾ അതോടെ ഇതാ വി വിൽ ലിസ്റ്റ് ഓൾ ദ കാൻഡിഡേറ്റ്സ് ഫോർ 2 -61 3 -14/2. The maximum is 4 which f assume at 1 1. The minimum is -61 which f assumes at 0 9 and 9 0. So maximum value 4 minimum value -61. Then maximum minimum ടെസ്റ്റിൻ്റെ സമ്മറി നോക്കുക. ഫസ്റ്റ് ഒന്ന് എക്സ്ട്രീം വാല്യൂസ് വരുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി പോയിൻറ്റ്സും ക്രിട്ടിക്കൽ പോയിൻറ്റ്സും ആയിരിക്കും. അതായത് എഫിൻ്റെ ഡൊമൈനിൽ വരുന്ന ബൗണ്ടറി പോയിൻറ്റ്സിലും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതായത് എഫ് എക്സ് എഫ് ഐ ഈക്വൽ ടു 0 അതല്ലാന്നുണ്ടെങ്കിൽ എഫ് എക്സ് എഫ് ഐ അല്ലെങ്കിൽ രണ്ടോ എക്സിസ്റ്റ് ചെയ്യാതെ വരുന്ന പോയിൻറ്റ്സ് ആയിരിക്കും എന്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിനകത്ത് അബ്സലൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ കേസ് എന്ന് പറയുന്നത് അതായത് എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ഇസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള എ ബി എന്ന് പറയുന്നൊരു പോയിൻറ്റ്. ആ എ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ എഫ് എക്സ് എസ് ലെസ് ദാൻ 0യും എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ എ ബിയിൽ എഫ് ലോക്കൽ മാക്സിമം ആണെന്ന് പറയാം. ഇനി അതല്ല എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് എക്സ് എസ് എഫിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എ ബി ലോക്കൽ മിനിമം ആണ്. ഇനി എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സാഡിൽ പോയിൻ്റ് ആണ്. ഇനി അതല്ലാതെ ഈക്വൽ ടു 0 ആണ് വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് അതായത് എഫ് എക്സ് എസിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ അത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായിരിക്കില്ല. ഇനി അതല്ല ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് സാഡിൽ പോയിൻ്റ് ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. കൂടെ എഫ് എക്സ് എസ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മാക്സിമം, എഫ് എക്സ് എസ് ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം. ഓക്കെ.